ആൻഡ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഒരു ദിവസത്തെ ഒരു രാവിലെയാണ് നമ്മളിങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ രാവിലെ എന്ന് പറയുമ്പോൾ നമ്മുടെ അതിരാവിലത്തെ പോർഷനൊന്നുമില്ല, നമ്മുടെ കുറച്ച് സമയം നമ്മുടെ അടുക്കളയിൽ ഇന്നുണ്ടാക്കിയ ഫുഡ്, അതേപോലെ നമ്മുടെ ഒരു പൊതിച്ചോറ്, ഇതൊക്കെയാണ് ഇന്ന് കാണിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് നമുക്ക് ആദ്യം നമ്മുടെ വീടൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് ഇനി മുതൽ നിങ്ങൾ കാണാൻ പോകുന്ന നമ്മുടെ വീട്. അജിത് കുമാർ അനിൽ വിലാസം. അതിന് ചെടികളും പൂക്കളും താമരയും ആടും കോഴിയും പട്ടിയും താവും എല്ലാം ഉള്ള ഒരു കുഞ്ഞു വീട്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം അല്ലേ. ഇതാദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ ആരെങ്കിലുമൊക്കെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളാം. അപ്പം മെയിനായിട്ട് നമ്മുടെ ചാനലിൽ കാണാൻ പോകുന്നത് കുറച്ച് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫും അങ്ങനെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇവിടെ ഒരു ജോയിൻറ്റ് ഫാമിലിയാണ്. ഞാൻ, അഞ്ജിത്ത്, അച്ഛൻ, അമ്മ, ചേട്ടൻ, കാത്തു, ഞങ്ങൾ ഇത്രയാണ് നമ്മുടെ വീട്ടിലുള്ളത്. അപ്പോൾ അഞ്ജിത്തും അഭിചേട്ടനും വർക്ക് ചെയ്യാണ്. അപ്പോൾ രണ്ടുപേർക്ക് രാവിലെ ഫുഡ് കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഒരു രാവിലെ എന്ന് പറയുമ്പോഴും ഒരു മെസ്സി മോർണിംഗ് ആയിരിക്കും. അപ്പോൾ ഡെയിലി അമ്മയ്ക്ക് ഇത്രയും കറികളൊക്കെ വേണം. അപ്പം ഇപ്പോൾ നമ്മൾ വരുതും ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിരിക്കും എന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ. എൻ്റെ അഞ്ജിത്തിൻ്റെ ഒരു ലവ് മാരേജാണ്. ഞങ്ങൾ 8 ഇയേഴ്സായിട്ട് പ്രേമിച്ച് കല്യാണ കശവരാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രേമം മുട്ടിടുന്ന എവിടെയെന്ന് വെച്ചാൽ ഞങ്ങളുടെ കോളേജിൽ വെച്ചിട്ടാണ്, TK ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെ വെച്ച് ഞാനും അഞ്ജിത്തും കമ്മിറ്റഡ് ആവുമ്പോഴേ ഫസ്റ്റ് ഞാൻ വീണത് ഇവൻ്റെ പൊതിച്ചോറിലാണ് കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ ഡെയിലി ചോറ് കൊടുത്തുവിടുമായിരുന്നു. അപ്പോൾ അതിനകത്ത് അന്ന് തൊട്ട് എനിക്കറിയാവുന്നൊരു സംഭവമാണ്, അമ്മ ഇങ്ങനെ ഒരു അത്തപ്പൂക്കളമാണ്. ആ ഒരു ചോറ് കഴിച്ചാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഞാൻ അമ്മയുടെ ഫാനായിരുന്നു അന്ന്, അമ്മയുടെ ഫുഡിൻ്റെ. അപ്പം അന്ന് തൊട്ടേ ഞാൻ കാണുന്നതാണ് ഈ ഒരു പൊതിച്ചോറെന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഇതെന്ന് പറയുന്നത് അഞ്ജിത്തിന് കറിയല്ല, അതിനകത്ത് തന്നെ വേണം എന്ന നിർബന്ധം. വേറെ നമ്മൾ ബോട്ടിലാക്കി കൊടുത്തുവിട്ടാൽ അഞ്ജിത്ത് കഴിക്കാറില്ല. അപ്പോൾ പക്ഷേ അഭിചേട്ടൻ്റെ ചോറ് ഞാൻ ഷോർട്സിലിട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ആ പോയി ചോറൊന്ന് പോയി കാണണേ, അമ്മ എങ്ങനെയാണ് ചോറ് പൊതിയുന്നതെന്ന്. അപ്പം ഇപ്പം നമ്മുടെ അഞ്ജിത്തിന് പോകാൻ സമയമായി, കുളിക്കാനായിട്ട് പോയിരിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ചോറ് പൊതിയാണ്. ഇനി നിൽക്കുന്ന ആളാണ് നമ്മുടെ രശക്കുട്ടി, നമ്മുടെ വീടിൻ്റെ ഓൾ ഇൻ ഓളാണ് കേട്ടോ. കണ്ണാപ്പിയുടെ കണ്ണാപ്പി രാവിലെ എണീക്കുന്നതും വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് കണ്ണാപ്പി ഫസ്റ്റ് ചോദിക്കുന്നതും രശക്കുട്ടിയാണ്. നമ്മുടെ തൊട്ടപ്പുറത്തെ വാവയാണ്, പക്ഷെ അവൾ ഇവിടുത്തെയാണ്, ഞങ്ങളുടെ സ്വന്തം കുട്ടിയാണ്. അപ്പോൾ നമുക്ക് ചോറിടുന്നതാണ്. അപ്പോൾ അമ്മയാണ് നമ്മുടെ മെയിൻ യൂട്യൂബർ. ഭാര്യ ഉണ്ടാക്കിയ മീൻകറി ഒഴിക്കുകയാണ്. ഭാര്യ ഉണ്ടാക്കിയ ഇതിനെ പുറത്താക്കാവും. മീൻകറിയാണ് ആദ്യം ഒഴിക്കുന്നത്. ഇനി കറി കൂടുതലൊക്കെ വേണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മീൻകറിയിലോട്ട് കയറിയത് ആദ്യമായിട്ട്. പിന്നെ രണ്ടാമത് മോര് വേണ്ട, മോര് ഡപ്പയിലൊന്ന്. ഇതാണ് ഭാര്യ ഉണ്ടാക്കിയ പാവയ്ക്ക തോരൻ, അല്ല പാവയ്ക്ക മെഴുക്ക് വരട്ടെ. ഭാര്യ ഉണ്ടാക്കിയ പാവയ്ക്ക മെഴുക്ക് വരട്ടെ. അടുത്ത ഭാര്യ ഉണ്ടാക്കിയ തോരൻ ക്യാബേജ് തോരൻ. എന്നല്ല ഞാനൊന്നുണ്ടാക്കിയേ. അമ്പിളിയമ്മ ഉണ്ടാക്കിയ ചമ്മന്തി. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമാവും നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്നത്. മാറ്റി മിക്കവാറും കാത്തുൻ്റെ ഇപ്പം യച്ചുവിനെ കിട്ടാനാ. കാത്തു കഴിവാണെങ്കിൽ വറുത്തമീൻ എന്തി. അയ്യോ, അത് മറന്നു. മുട്ട പെട്ടെന്ന് എടുത്ത് വെച്ചതാ. പാല് മതി. അവനിഷ്ടം പാലാണേ, അയിലയുടെ പാല്, ചൂരയുടെ പാല്, അയിലയുടെ പാലൊക്കെയാണ് അവനിഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് പാലിമീൻ വെച്ചത്. അങ്ങനെ ചോറ് റെഡി, ഫുഡ് റെഡി, രാവിലത്തെ ഫുഡ് റെഡി. ഇത്രയും മതി ഗൈസ്. ഇങ്ങനെ കഴിക്കും. ഇവിടെ ഇരിക്കുമ്പോൾ നല്ലതായിട്ട് കഴിക്കും. അതാണ് ഗൈസ്. അങ്ങനെ അമ്പിളിയമ്മ ചോറൊക്കെ കിട്ടി. ഇത് നമ്മുടെ ഒരു ഡെയിലി റൊട്ടീനാണ് കേട്ടോ. ഇവരൊക്കെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഡെയിലി ഇത് ഇങ്ങനെ തന്നെയാണ്. അപ്പോഴാണ് നമ്മുടെ സെറ്റപ്പ് പുറത്തുനിന്ന് കുളിച്ചിട്ട് വരുന്നത്. നമുക്ക് ഇവിടെ പൈപ്പിൽ വെള്ളം വരുവാണെങ്കിൽ സെറ്റപ്പ് പുറത്ത് തന്നെ കുളിക്കത്തുള്ളൂ.
ഇങ്ങനെ അഞ്ചിത്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ചന്തു വീട്ടിൽ വന്നിട്ടുണ്ട്. അവനും ഇപ്പോൾ പുതിയതായിട്ട് ജോയിൻ ചെയ്തതേ ഉള്ളൂ പുതിയൊരു കമ്പനിയിൽ. അപ്പോൾ അവൻ അവിടെ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അവന് വേണ്ടിയിട്ട് അമ്പിളിയമ്മ അടുക്കളയിൽ ലൈം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് പുതിനയില വേണമെന്ന് പറയും. അപ്പോൾ അഞ്ചിത്ത് കേട്ടപാതി നമ്മുടെ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് അതിൽ നിന്നും ഇതൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് അനിയത്തിൻ്റെ മകനായ ചന്തു വന്നിട്ടുണ്ട്. അവനായിട്ട് ഞാനൊരു ലൈം ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുവാണേ. വേറെ ഒന്നുമില്ല കൊടുക്കാൻ. എന്നാ മോനെ കഴിച്ചു. അങ്ങനെ രാവിലെ അവർ ഫുഡൊക്കെ കഴിച്ച് അവർ ജോലിക്ക് പോയി. അത് കഴിഞ്ഞ് ഞങ്ങളുടെയാണ് പണി. അടുക്കള ഫുള്ള് നമ്മളെടുത്തിരുന്ന പാത്രവും അത് എല്ലാം ക്ലീനാക്കി വെക്കുക, തൂത്തിറക്കുക, തറ തുടയ്ക്കുക, അങ്ങനെ എല്ലാം ഞങ്ങൾ 3 പേരോടുണ്ടായിട്ട് സംസാരിച്ച് ഓരോരുത്തരൊക്കെ കാര്യം പറഞ്ഞും ആ സമയം അങ്ങ് പോകും. പിന്നെ രക്ഷയുള്ളത് കൊണ്ട് നമുക്കിപ്പം സംസാരിക്കാനും സമയം കിട്ടുന്നില്ല. രസ എന്ന് വിളിക്കാൻ മാത്രം നമുക്ക് സമയം കിട്ടുന്നു. അങ്ങനെ എല്ലാത്തിനും ഇടയിൽ നമ്മൾ നമ്മുടെ പണിയൊക്കെ ഒതുക്കി നമ്മൾ കിച്ചൺ നല്ല നീറ്റാക്കിയിട്ട് ഇത് ഞങ്ങളുടെ ഒരു ഡെയിലി റൊട്ടീനേ ഇങ്ങനെയാണ്. കറികളുടെ എണ്ണവും അല്ലെങ്കിൽ കറികൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമെന്നല്ലാതെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മോർണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ ബൈ.